ഇന്നത്തെ യാത്രയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കാരണം എന്തെന്നാ, ഞങ്ങളിന്ന് ട്രിപ്പ് പോവാണ്. ട്രിപ്പ് ഈ യാത്ര കഴിയുമ്പോൾ മിക്കവാറും ട്രിപ്പ് എടുത്ത് വീട്ടിൽ കിടക്കേണ്ടി വരും. കാരണം അതുപോലെ വെയിലായിരുന്നേ. ഈ വർഷം വെക്കേഷന് കണ്ണനുമായിട്ട് മൂന്നാറിലൊക്കെ പോയി അടിച്ചു പൊളിക്കണമെന്നായിരുന്നു നേരത്തെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. ആ പ്ലാനിങ്ങിനിടയിൽ നമ്മുടെ റിലേറ്റീവ് ആയ ഒരു കുട്ടിക്ക് നട്ടലിന് സർജറി വേണ്ടി വന്നു. ഈ മാസം 19-നാണ്. അപ്പൊ പിന്നെ നമ്മൾ ആ ക്യാഷ് അങ്ങോട്ട് കൊടുത്തു കേട്ടോ. ആദ്യം ഒരു പാവം കൊച്ചിന്റെ സർജറി ഇറക്കട്ടെ, പിന്നീട് നമുക്ക് മൂന്നാറും ഏഴാറൊക്കെ പോയി കറങ്ങാം എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നമ്മുടെ പിള്ളേർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം അവരുടെ പ്രായം അതാണ്. അവര് ട്രിപ്പ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ ആലപ്പുഴ ബീച്ചിലേക്ക് ഒന്ന് വന്നതായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ ചോദിക്കും, തിരുവനന്തപുരം ജില്ലയിലൊന്നും ബീച്ച് ഇല്ലാഞ്ഞിട്ടാണോ ചേച്ചി ആലപ്പുഴ പോയെന്നല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടി ഇപ്പൊ ചേർത്തിട്ട് അവളുടെ ഒരു റിലേറ്റീവിന്റെ വീട്ടിലുണ്ട്. എന്നാ പിന്നെ അവളെ ഒന്ന് പോയി കാണാന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. വന്ന വഴിക്ക് ഞങ്ങൾ ബീച്ചിലും കൂടെ ഇറങ്ങിയതുള്ളൂ കേട്ടോ. സ്കൂൾ വെക്കേഷൻ ആയിട്ട് പിള്ളേരുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളല്ലേ ഇതെല്ലാം. ബീച്ചിൽ പോയ സ്ഥിതിക്ക് വിഷു ഷൂട്ടേ എടുക്കാൻ പറ്റില്ല. എന്നാ പിന്നെ 1-2 റീൽ എടുക്കാന്ന് വിചാരിച്ചപ്പോ മുടിഞ്ഞ വെയിലും ചൂടും. വെയിലടിച്ചിട്ട് മനുഷ്യനെ കണ്ണു തുറക്കാൻ പറ്റുന്നില്ല, പിന്നെയല്ല റീൽ എടുക്കുന്നല്ലേ. എന്തായാലും കടല് കണ്ടാ എന്താണെന്നറിയില്ല, പ്രായം പറഞ്ഞു നമ്മളങ്ങ് തുള്ളിച്ചാടും അല്ലേ. ഇതിനിടയ്ക്ക് ഏതാണ്ടൊക്കെ അക്ഷരങ്ങൾ അവിടെ പറക്കിക്കൂട്ടി നിലത്ത് എഴുതി വെക്കുന്നുണ്ട് കേട്ടോ അവൻ. തിരമാലയുടെ ഒരു ക്ലോസ് എടുക്കാൻ വേണ്ടി നോക്കിയായിരുന്നു. ഇപ്പൊ കടലമ്മ ഫോണും കൊണ്ടങ്ങ് പോയാനെ. ഇനി അച്ഛൻ എവിടെ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് ഉണ്ടാവും. 150 കിലോമീറ്റർ ഉണ്ടായിരുന്നു നമ്മുടെ ഈ യാത്രയ്ക്ക്. അതുകൊണ്ട് തന്നെ അച്ഛൻ വന്നില്ലായിരുന്നു കേട്ടോ. ചൂടത്ത് തണുപ്പിക്കാൻ വേണ്ടിട്ട് ഒരു ഐസ്ക്രീം കുടിച്ചു കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് ദേണ്ട ഉപ്പിലിട്ട ഐറ്റംസ്. ഈ വെള്ള കളർ ഇരിക്കുന്നത് വാഴപ്പിണ്ടി ഉപ്പിലിട്ടാണേ. ഇത് ഉപ്പിലിട്ട മാങ്ങ. ഈ മാങ്ങയും നെല്ലിക്കൊക്കെ ഇഷ്ടംമാതിരി വീട്ടിൽ ഉപ്പിലിട്ട് കഴിക്കുന്നുണ്ട്. എന്നാ പിന്നെ പൈനാപ്പിൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ടോ. പൈനാപ്പിളിന്റെ ടേസ്റ്റ് ഞാൻ പറയാതെ തന്നെ അറിയാലോ. നല്ല പഴുത്ത പൈനാപ്പിളില് ഉപ്പും വിനാഗിരിയും ഒക്കെ കൂടി പിടിച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. എന്റെ അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞ് മാറി എന്നാണെങ്കിലും ഞാൻ കഴിക്കുന്ന കണ്ടപ്പോൾ ഒരു പീസ് മേടിച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു സോഡ നാരങ്ങ കുടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സഹായിക്കണേ. ടാറ്റാ ബൈ ബൈ, സീ യു.